ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെ വീഡിയോസാണ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തത് എന്നുള്ളത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേര് ട്രെൻഡിങ് ആവാൻ വേണ്ടി, വൈറലാവാൻ വേണ്ടി, ഒരുപാട് പേരുടെ മുന്നിൽ ഞാൻ അറിയപ്പെടണം എന്നെല്ലാം ആഗ്രഹിച്ചിട്ട് ഒരുപാട് വീഡിയോസ് ഇത്തരത്തിൽ ഇടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് അതിൻ്റെ ഭവിഷ്യത്ത് അല്ലെങ്കിൽ അതിൻ്റെ പെനാൽറ്റി എന്ന് പറയുന്നത് യൂട്യൂബ് ആ ചാനലിനെ എടുത്തു കളയാറാണ് പതിവ്. യൂട്യൂബിൻ്റെ പോളിസിക്ക് നിരക്കാത്തതാണെന്ന് മാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ചാനലിനെ എടുത്തു കളയും. രണ്ട്, നിയമവ്യവസ്ഥകൾ എന്ന് വെച്ചാൽ ഇന്ത്യൻ നിയമം അനുസരിച്ച് ഇന്ത്യയിലുള്ള ഒരു യൂട്യൂബർ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യവസ്ഥകളെ മാനിക്കാത്ത വീഡിയോസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ജയിലിൽ പോകേണ്ട അവസ്ഥ വരും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഒരു യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം എൻ്റെ ചാനലിൽ ഏത് തരം വീഡിയോസാണ് ഞാൻ പോസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഒരു കാരണവശാലും നിങ്ങൾ പോസ്റ്റ് ചെയ്യാൻ നോക്കരുത്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഏതൊക്കെ തരം വീഡിയോസാണ് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തത്. ഒന്ന്, മണി മേക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള, അതായത് സമൂഹത്തിൽ വിപത്താണ് മണി മേക്കിങ്ങിൻ്റെ, അത് ജെന്യുവൻ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഒരുപാട് പേര് ഇത്തരത്തിൽ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട്. സ്പോൺസർഷിപ്പ് ആയിട്ടൊക്കെ വരാറുണ്ട്. ഒരുപാട് മണി മേക്കിംഗ് ആപ്ലിക്കേഷനെ കുറിച്ച് പറയൂ, നിങ്ങൾക്ക് ഇത്ര ഡോളർ തരാം എന്നുള്ള ആ ഒരു വാഗ്ദാനത്തിൽ മുഴുകിക്കൊണ്ട് ഒരുപാട് കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള മണി മേക്കിംഗ് ആപ്പിനെ കുറിച്ച് പ്രോത്സാഹിപ്പിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട്. പക്ഷെ അവിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് വ്യൂവേഴ്സ് ആയിട്ടുള്ള, ആ ഒരു ചാനലിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന വ്യൂവേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് അവിടെ ചതിക്കുഴിയിൽ വീഴുന്നത്. ഇത്ര രൂപ ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അതിലൊരു കോഡ് നിങ്ങൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ ആയിരിക്കും. പക്ഷെ ചെന്ന് എത്തുന്നത് വേറൊരു രീതിയിലായിരിക്കും. ഒരുപാട് പൈസ പോയി, ഒരുപാട് ക്യാഷ് ധനനഷ്ടം ഉണ്ടായി. ലാസ്റ്റ് അവരടക്കം ഈ ചാനലിനെതിരെ ഒരുപാട് റിപ്പോർട്ട് അടിക്കും. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ യൂട്യൂബ് ചെക്ക് ചെയ്യും ഇന്ന ചാനലിൽ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടോ എന്നുള്ളത്. ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതുണ്ട്. ആ ചാനലും പോയി. പിന്നെ അത് നിയമവ്യവസ്ഥകൾക്ക് അനുയോജ്യമല്ലാത്ത ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ജയിലിലും പോകേണ്ടി വരും. അപ്പോൾ മണി മേക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ അതിൽ സത്യാവസ്ഥയില്ല. വ്യൂവേഴ്സിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചതിക്കുഴിയിൽ വീഴുന്ന രീതിയിലുള്ള കണ്ടന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാൻ പാടില്ല. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം നോക്കാം. അനിമൽ ഹരാസ്മെന്റ്, അതായത് മൃഗങ്ങളെ ഹരാസ്മെന്റ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ചെറിയ ഡോഗോ അല്ലെങ്കിൽ പൂച്ചയൊക്കെ ആയിരിക്കും, നമ്മൾക്കത് കൗതുകം തോന്നിയിട്ടൊക്കെ നമ്മൾ അതിനെ പരിപാലിക്കുന്നതും അതൊക്കെ വീഡിയോസൊക്കെ ആയിട്ട് ഇടാം. നല്ല ഫുഡ് കൊടുക്കുന്നത് എങ്ങനെയാണ് അതിൻ്റെ നമ്മൾ പരിപാലിക്കുന്നത് അതൊക്കെ ചെയ്യാം. പക്ഷേ ഒരു വീഡിയോ ഇന്ത്യയിലുണ്ടായിരുന്നു, ഞാൻ മുമ്പ് പറഞ്ഞാണ്, മില്യൺ കണക്കിന് സബ്സ്ക്രൈബ്സ് ഉള്ള ഒരു ചാനൽ അതിൻ്റെ ബർത്ത്ഡേ, ആ ഒരു ഡോഗിൻ്റെ, ആ ഒരു പപ്പിക്കുട്ടിൻ്റെ ബർത്ത്ഡേ ആയിട്ട് അതിനെ ഹൈഡ്രജൻ ബലൂണിൽ കെട്ടിത്തൂക്കി പറപ്പിക്കലുണ്ടായി. അത് അവർ കൗതുകം പോലെ അല്ലെങ്കിൽ ഒരു രസം പോലെയൊക്കെ ചെയ്തത്. സംഭവം എന്താണെന്ന് വെച്ചാൽ അനിമൽ ഹരാസ്മെൻറ്റ് പോളിസി അനുസരിച്ച്, അതിന് നിയമവ്യവസ്ഥകൾ അനുസരിച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയും ചാനലിന് വളരെ ആ വീഡിയോ ഒക്കെ പ്രൈവറ്റ് ആക്കിയൊക്കെ വെക്കേണ്ടി വന്നു. ആ ഒരു ഡോഗിനെ ഇത്തരത്തിൽ ഹൈഡ്രജൻ ബലൂണിൽ കെട്ടി പറപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അനിമൽ ഹരാസ്മെന്റ് എന്നുള്ള രീതിക്ക് തന്നെയാണ് കാണുക. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന എന്തൊരു മൃഗമായിക്കോട്ടെ നമ്മൾ ഇത്തരത്തിൽ ഹരാസ്മെന്റ് ആയിട്ട് വീഡിയോസ് എടുക്കാതിരിക്കുക. ഓക്കെ, അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനലിന് പണി കിട്ടും. ഇനി മൂന്നാമത്തെ കാര്യം, അത് നമ്മുടെ സീരിയലുമായിട്ട് ബന്ധപ്പെട്ട് സീരിയലിൻ്റെ വീഡിയോസൊക്കെ ഒരുപാട് പേര് ഇടാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇടുമ്പോൾ തീർച്ചയായിട്ടും അതിന് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് സ്ട്രൈക്ക് കിട്ടും. നിങ്ങളുടെ ചാനൽ ഒരു കാരണവും കാണിക്കാതെ ടെർമിനേറ്റ് ആയിട്ട് പോകുന്നതായിരിക്കും. ഒരുപാട് പേര് സീരിയലിലെ വോയിസ് മാത്രം വെച്ച് അവരുടെ മറ്റുള്ള പിക്ചറൊക്കെ കൊടുത്ത്, അതായത് നാട്ടിലുള്ള വല്ല പിക്ചറൊക്കെ കൊടുത്ത് വീഡിയോസൊക്കെ ആക്കിയിട്ട് ആ ഒരു വോയിസിനെ ഇത്തരത്തിൽ കൊടുക്കാറുണ്ട്. അത്തരം ചാനലുകൾക്ക് സ്ട്രൈക്ക് കിട്ടും. അതിൽ നിന്നുള്ള വോയിസ് എടുത്താലടക്കം നിങ്ങൾക്ക് സ്ട്രൈക്ക് കിട്ടും. അപ്പോൾ ഇവിടെ എൻ്റെ അടുത്ത് ഒരു ചാനലുണ്ട്, ഇത്തരത്തിൽ സ്ട്രൈക്ക് കിട്ടി, 1-2 സ്ട്രൈക്ക് കിട്ടി, മൂന്നാമത്തെ സ്ട്രൈക്കും കൂടി വന്നാൽ ചാനൽ ടെർമിനേറ്റ് ആയിട്ട് പോകും. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് നാളത്തെ കഷ്ടപ്പാട് കൊണ്ടാണ് ആ ചാനൽ ഇത്തരത്തിൽ കെട്ടിപ്പടുത്തി ഉയർത്തി കൊണ്ടുവന്നത്. എന്നിരുന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചാനൽ ടെർമിനേറ്റ് ആയിട്ട് പോകും. സീരിയലിൻ്റെ, അതുപോലെ ഈ ഒരു സീരിയൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോസ്, ഫിലിംസിൻ്റെ അങ്ങനെയുള്ളതൊക്കെ ഉപയോഗിച്ചാലും നിങ്ങളുടേതല്ലാത്ത കണ്ടന്റ് നിങ്ങൾ ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പണി കിട്ടും. അപ്പോൾ നിങ്ങളുടേതായ വോയിസ് ഓവറിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ വോയിസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ചുള്ള ഭാവി പറയുന്ന ഒരുപാട് ചാനലുകളുണ്ട്. സീരിയലിനെ കുറിച്ച് ഭാവി പറഞ്ഞ് ഇനി അടുത്ത എപ്പിസോഡ് ഇന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് നല്ല വ്യൂസും കിട്ടുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ കഴിവാണ്, അങ്ങനെ ചെയ്യാം. ഓക്കെ, ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പറ്റാത്ത അടുത്തൊരു കണ്ടന്റാണ് ദേശീയതയെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള കണ്ടന്റ്. ജാതി, മതം, ദേശീയത, വർഗീയത അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഇപ്പോൾ ഫിറോസ്ക ഒരു മയിലിനെ കറി വയ്ക്കുന്ന, ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ് മയിൽ. അപ്പോൾ ഈ പക്ഷിനെ കറി വയ്ക്കുന്നത് ദേശീയതയ്ക്ക് വിരോധമല്ലേ എന്നുള്ള രീതിക്ക് ഒരുപാട് പേര് അത്തരത്തിലുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇത് വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് പേര് കറി വയ്ക്കുകയും തിന്നുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു.
ഏകദേശം 9 മാസം മുമ്പ് ഇത്തരത്തിൽ മയിലിനെ കറി വയ്ക്കുന്ന ഒരു വീഡിയോ ഒരു തൃശ്ശൂരുകാരൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും വിദേശത്ത് വെച്ചിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ അലോഡല്ല. ഇന്ത്യയിലെ ദേശീയ മൃഗത്തിനെ, അതുപോലെ കാട്ടുമൃഗങ്ങളിനെ, അതുപോലെ തന്നെ ഈ അനിമൽസിനെ കറി വയ്ക്കുന്ന പോലെ, അതായത് കാട്ടു മൃഗങ്ങളിനെ കറി വയ്ക്കുന്നതോ പിടിക്കുന്നതോ ഇതെല്ലാം നിയമവിരുദ്ധമാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇദ്ദേഹം ദുബായിൽ പോയിട്ടാണ് ഫിറോസ്ക ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോയത്. എൻ്റെ ഒരു അഭിപ്രായം പറയണ്ടോ, എൻ്റെ മാത്രം ഒരു കാര്യമായിട്ട് പറയുകയാണ്. ഇദ്ദേഹം കറി വെക്കണം എന്നുള്ള രീതിക്ക് തന്നെയാണ് പോയിട്ടുണ്ടാവുക. അപ്പോൾ അവിടെ പോയിട്ട് ഒരുപാട് പേരുടെ കമൻറ്റും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ദേശീയതയെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള കണ്ടന്റ് ആവരുത് എന്നുള്ള, അതായത് അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹം അത് ചെയ്യാണ്ട് വന്നതാണ് എന്നുള്ളതാണ് എൻ്റെ സങ്കല്പം. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ പേരിൽ യാതൊരു രീതിയിലുള്ള വർത്തമാനം ഉണ്ടാവരുത് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ആയിരിക്കും ഫിറോസ്ക അതിൽ നിന്ന് പിന്തിരിഞ്ഞത്. ഓക്കെ, അതായത് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും ഞാനൊന്ന് പിന്തിരിയലോടുകൂടി, അതായത് ഞാൻ അത് നിർത്തിവെക്കുന്നതിലോടുകൂടി ഈ ഒരു പേരിൽ ആരും തമ്മിൽ തല്ലരുത്, ആരും നമ്മുടെ രാജ്യത്ത് അതിൻ്റെ പേരിൽ ഒരു കാര്യം ഉണ്ടാവേണ്ട, ഒരു വഴക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാവേണ്ട എന്നുള്ള രീതിക്ക് തന്നെയായിരിക്കും അദ്ദേഹം അതിൽ നിന്ന് പിന്മാറിയത്. അത് ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഫിറോസ്ക ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരള ജനങ്ങളുടെ മനസ്സിൽ ഒരുപാട് സ്ഥാനം പിടിച്ചിരിക്കുകയാണെന്ന് തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടിട്ട് പോയതാണ്. എന്ത് ദൗത്യത്തിന് പോയോ അവിടെ അലോഡാണ്. അദ്ദേഹം തന്നെ വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് ഇന്ത്യയിൽ ആരും അനുകരിക്കരുത്, ആരും ചെയ്യരുതെന്ന്. കാരണം ഇന്ത്യയിലുള്ള നിയമവ്യവസ്ഥകൾ അനുസരിച്ചിട്ട് മാത്രമേ ഇന്ത്യയിലുള്ള പൗരത്വമുള്ള ഏതൊരു വ്യക്തിക്കും നമുക്ക് ജീവിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നന്മ കൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് പിന്മാറി ഒരു വർത്തമാനം ഒരു കാര്യം ഉണ്ടാവണ്ട എന്നുള്ള രീതിക്ക് കേട്ടോ. അപ്പോൾ ദേശീയത എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇത് മാത്രമല്ല, നമ്മൾ സമൂഹത്തിന് വിപത്തായിട്ടുള്ള എന്തൊരു കാര്യം ചെയ്യണമെങ്കിലും അതെല്ലാം ഈ ഒരു കണ്ടന്റിൽ പെടുന്നതായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഒരുപാട് ആളുകളുടെ റിപ്പോർട്ട് അനുസരിച്ച് തീർച്ചയായിട്ടും ചാനൽ ഇത്തരത്തിലാണോ എന്നുള്ളത് യൂട്യൂബ് മനസ്സിലാക്കും. ഒരുപാട് പേര് റിപ്പോർട്ട് ചെയ്താലേ ചാനൽ ഇത്തരത്തിലാണോ എന്നുള്ളത് യൂട്യൂബ് ചെക്ക് ചെയ്യുള്ളൂ. അല്ലാണ്ട് 1, 10, 20 പേര് റിപ്പോർട്ട് ചെയ്തുകൊണ്ടൊന്നും നമ്മുടെ ചാനലിൽ ഒന്നും പറ്റുകയില്ല. അപ്പോൾ അഥവാ റിപ്പോർട്ട് ചെയ്താലും അത്തരം കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഉണ്ടോ നോക്കി കണ്ടിട്ട് യൂട്യൂബ് ടെർമിനേറ്റ് ആയിട്ട് ഡിലീറ്റ് ആയിട്ടൊക്കെ നമ്മുടെ ചാനൽ കളയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇനിയും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. വരും ദിവസങ്ങളിൽ നല്ല നല്ല കണ്ടന്റുമായി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.